ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ കുറേ കാലമായാലും ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് SSLC എക്സാം അതിനോടാണ് ഞാനിപ്പോൾ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സാമിന് കഴിഞ്ഞു. അപ്പോൾ ഒരു സുഖം ഉണ്ട് കേട്ടോ. ഇനി ഏതായാലും 2-3 മാസം ഫുള്ള് ഫ്രീ ആണ്. അത് ആലോചിക്കുമ്പോൾ ഒരു സുഖം വല്ലാത്ത സന്തോഷമാണ്. പിന്നെ ഞാൻ റൂമിലേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ ഇഷ്യൂ പഠിക്കണ്ടേനു കേട്ടോ. എന്താണ് പണി? പഠിച്ചു നാളെ പരീക്ഷ ചിലപ്പോൾ പഠിച്ചോട്ടോ. ഫുള്ളും പഠിച്ചിരിക്കുന്നു. ഇപ്പം അവിടെ അല്ലേനെയോ ചെങ്ങനെ ഇവിടെ എത്തിയേ? എന്നാ നമുക്ക് ഉണ്ടാക്കാൻ പോവുക. ഇന്ന് ഇഫ്താർ സ്പെഷ്യലായിട്ട് ഞങ്ങൾ ബ്രെഡ് പോൾ ഉണ്ടാക്കാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഉണ്ടാക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു കാര്യം ചെയ്ത് തീർക്കാണ്ട്. അത് ചെയ്തിട്ട് ഇനി ഞാൻ ബാക്കി എന്ത് പണിക്കണ പോകുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ ഇതൊക്കെ പറിച്ചിടാണ് ബാക്കി എന്നിട്ട് ഞാൻ ബാക്കി പണിക്കണ പോകുന്നുള്ളൂ. കുറേ കാലം ഇത് പറിച്ചിടാൻ പൂതിച്ച് നിന്നിട്ട് ഞങ്ങളെ ട്യൂഷൻ്റെ സാറ് പറഞ്ഞോണ്ട് അപ്പോൾ തൊട്ടിച്ചത് ഞാൻ കേട്ടോ. തൊട്ടിച്ചിട്ട് അതിൽ നോക്കി പഠിച്ചണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ അതിൽ നോക്കി പഠിച്ചിട്ട് തന്നെ അല്ലേ. ഈ പേപ്പറിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ജോഗ്രഫിത്തെ ഓരോ സംഭവങ്ങളാണ്. പറിച്ചുമ്പോൾ പെയിൻറ്റിട്ട് പോകുന്നാൽ പിന്നെ അമ്മാർക്ക് നല്ലോണം ചീത്തയും കിട്ടും കേട്ടോ. അവിടെ വല്ല വല്ല പറിച്ചെടുക്കുകയാണ് ഞാൻ. പെയിൻറ്റ് പോകുന്നിട്ടുണ്ടെങ്കിൽ ഇമ്മാർത്ത് നല്ലോണം കിട്ടും ഗായ്സ്. പെയിൻറ്റ് പോരാക്കട്ടെ. ഇതൊക്കെ പറിച്ചിട്ട് കിട്ടണമില്ല. ഇതൊക്കെ ഞങ്ങൾ ട്യൂഷൻ്റെ സാർ ഒട്ടിച്ചാൻ പറഞ്ഞാണ് ഗായ്സ്. അതിനുകൊണ്ട് ഒട്ടിച്ചത്. ഇവിടെ ഉണ്ട്. ഇതിന് പറിച്ചാൽ നിൽക്കുമ്പോഴത്തേക്ക് ഇനി കലണ്ടറിന് ഒഴിവാക്കേണ്ടി വരും. പിന്നെ ഇതൊക്കെ അമ്മച്ചി കത്തിച്ചാൻ കൊടുക്കുക. അതൊക്കെ പറിച്ചിക്കണേ. ഡ്രസ്സ് ഇപ്പം ഇഞ്ചപ്പം സഹായിച്ചിട്ടുണ്ട്. ഒക്കെ പറിച്ചാനും കിട്ടുന്നതാണ്. ഞങ്ങട്ട് അങ്ങോട്ട് പോണേ. ഇവിടെ ഒരു പെരും വെയിലാണ് അവിടെ. ഇതൊക്കെ ഉമ്മച്ചി കൊടുക്കുക കത്തിച്ചാൻ. ഇതാരും ഇവിടെ വെക്കാൻ പറഞ്ഞു. നമുക്ക് ഇവിടെ വെച്ചെടുപ്പിക്കാം. ബ്രെഡ് പോൾ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഇവിടെ ബ്രെഡില്ല കേട്ടോ. അപ്പം പിന്നെ ഹെൽപ്പ് ഇഷ്യൂന് റിസൺ പോയി വാട്ടോ. ഹായ് ഹായ് ഇജ്ജ് പുറത്തേക്ക് വാ. അങ്ങോട്ട് വാ ജയ്. നമുക്ക് വീഡിയോ എടുക്കണ്ടേ? വ്ളോഗ് യൂട്യൂബിക്ക്. എന്നാ വാ. ആ വാട്ടോ. എനിക്ക് നോമ്പില്ല. അപ്പോ അയ്യ എനിക്ക് നോമ്പില്ലേ? എനിക്ക് നോമ്പില്ല. അങ്ങോട്ട് വാട്ടോ ചി കേട്ടോ. അങ്ങോട്ട് വാ. ആ പാർക്കാനല്ലേ തുറക്കാന് ഇന്നലത്തെ മാതിരി കേട്ടോ. ഹോളിസ് കിട്ടിയോ? കിട്ടിയോ? എനിക്ക് നോമ്പില്ലല്ലേ? എന്താ നോമ്പെടുക്കാത്ത? ആരൊക്കെ നോമ്പില്ലട്ടോ. രസല്ലേ പൂവ്? ഓ നല്ല ചുരുക്കിട്ടോ. അവിടെ സാധനം എവിടെ? പൈസ ഉള്ള സാധനം എവിടെ? ഇപ്പൊ കൊണ്ടേ പിന്നെ സാധനം കാനല്ലാക്കുവോ? സാധനം കിട്ടി. നമുക്ക് ഉണ്ടാക്കാൻ പോകാം ഗൈസ്. അതൊക്കെ വാങ്ങി വന്നപ്പോൾ എന്നിട്ട് സമയം 4 മണി കഴിഞ്ഞിരിക്കണേ. 4:10 കഴിക്കണേ. അപ്പോൾ പിന്നെ ഞാൻ അല്പം നിസ്കരിച്ചാന്ന് വിചാരിച്ചിട്ടോ ആസർ. അപ്പോൾ പിന്നെ ഞാൻ അല്പം നിസ്കരിച്ചു. എന്നിട്ട് പിന്നെ ബ്രെഡ് പോള ഉണ്ടാക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ച്. ഞാനല്ല കേട്ടോ ബ്രെഡ് പോള ഉണ്ടാക്കണേ, ഉമ്മച്ചിയാണ്. ഞാൻ വീടെടുക്കാൻ പിന്നെ അടുക്കളയ്ക്ക് വന്നോക്കിയപ്പോൾ ഉമ്മച്ചി അവിടെ ഞാനല്ല ഈശ്വർ ഇത് കൊണ്ടുവന്ന
പഞ്ചാരക്ക് എടുത്തൊക്കെ ഉണ്ട് കേട്ടോ കടയിൽ നിന്ന് കൊടുത്തത്. ഇമ്മാൻ്റെ അടുത്ത് ഒരു ചെയ്ത് കിട്ടീൻ്റെ ഇരുത്താണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ റിസു. ഓനെ പോയാണ്ട് പൈസ കളഞ്ഞിരിക്കണേ. പിന്നെ അത് കിട്ടി, ആ പൈസ കളഞ്ഞതിൻ്റെ ചീത്താണ് ഇപ്പോൾ കിട്ടി കുത്തിരിക്കണം അവിടെ. പിന്നെ അമ്മച്ചി എന്താ പറയുക നമ്മളെ ബീഫൊക്കെ ഒന്ന് നന്നാക്കി ഇരിക്കുന്നുണ്ടേനു. എന്തിനാ വെച്ചാൽ നമ്മൾക്ക് കറി ഉണ്ടാക്കാൻ. നമ്മളെ സ്പെഷ്യൽ എന്താ വെച്ചാൽ കപ്പയും പിന്നെ ഇറച്ചിൻ്റെ കറിയാണ് കേട്ടോ, ബീഫ് കറി. പിന്നെ ബീഫ് കറി ഉണ്ടാക്കാൻ എനിക്ക് ഉള്ളിച്ചതവാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മച്ചി ഇവിടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ തൊലിക്കുണ്ടായിരുന്നു. ഞാനിങ്ങനെ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ ഫുള്ള് ആരുടെ തിരിച്ചെടുത്ത അമ്മച്ചിക്ക്. പിന്നെ അമ്മച്ചി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഇറച്ചി കറി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഉള്ളിയൊക്കെ തൊലിച്ചത് ആ ചമ്മന്തി ആക്കിയിട്ടുണ്ട്. അമ്മച്ചി ഇറച്ചിക്കറി വെക്കാം കേട്ടോ. അമ്മച്ചിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ തിന്നാൻ, എല്ലാതും ഭയങ്കര ടേസ്റ്റാ. I'm big fan of my mom's cooking. നല്ല മഴക്കുള്ള സാധ്യത ഉണ്ട്, കാറ്റൊക്കെ നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. നമുക്ക് ഓരം പെരുമഴ പെയ്യാൻ നല്ല സാധ്യത ഉണ്ട്. എന്തിന് ഇടി 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 എട മാണ്ട മാണ്ടാന്ന് വെച്ച് പോവാതിക്കോ. നമ്മളടുത്ത് കരിയേപ്പാണ് ഇടുന്നത്, കരിയേപ്പ് ഇട്ടിട്ടുണ്ട്. കരിയേപ്പൊക്കെ കഴുകി വെച്ചതാണ്. ഇതിൻ്റെ മരങ്ങൾ ഉണ്ടാക്കി വെക്കിക്കൊണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് നാടൻ വെപ്പാ, ഇത് നാടൻ വെപ്പാണ്. അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിക്കൊണ്ടി. ഇനി മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, 1.5. മുളക് പൊടി 2 സ്പൂണും, 2 അത് നമ്മളെ എരിവിനനുസരിച്ചിട്ടോ, നമുക്ക് എത്ര എന്താ സ്പൈസിയാണ് വേണ്ടത് അതിനനുസരിച്ച് ഇടുക. പിന്നെ മല്ലിപ്പൊടി അപ്പം നാളത്തെ രണ്ട് വിധം മല്ലിപ്പൊടിയാണ്. ഇത് ജീരകപ്പൊടി, 2 വിധം മല്ലിപ്പൊടിയും പിന്നെ ഈ ജീരകപ്പൊടിയും. പിന്നെ ഉപ്പും പാട്ടിട്ട് നമുക്ക് കൂക്കിക്കാൻ വെക്കാം. വിസിലടുപ്പിച്ചൊന്നും പറയണേ, വിസിലടുപ്പിച്ചാൽ വെക്കാം. നന്നായിട്ട് നമുക്ക് ഇനി മിക്സ് ആക്കട്ടോ. നമുക്ക് ഇതിക്ക് വെള്ളം പാരുന്ന ആവശ്യമില്ല കേട്ടോ. വെള്ളം പാരാതെ നമ്മൾ വിസിലടുപ്പിക്കാൻ വെക്കണത്. അപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് എന്താ പണി? ഇനി അടുത്ത് കക്ക നന്നാക്കലാണ് കേട്ടോ. ഇശു ഇവിടെ വന്നാണ്ട് ഓരോ തള്ളിങ്ങനെ വിടുകയാണ്. അപ്പോൾ അതാ പൂള അമ്മച്ചി ഇവിടെ നന്നാക്കി ഇത്ര കഴിക്കണ്ടോ. യേശുവിന് നോമ്പില്ല. എനിക്ക് നോമ്പില്ല അച്ചാറ് കേട്ടോ. അവൾ പരീക്ഷയിൽ നോമ്പ് പറ്റിട്ടില്ല. കൈ തേങ്ങയാണ് നോണ അറിയണ നോമ്പ് പറ്റാണ്ട്. നമുക്ക് നല്ല മഴ വരുന്നുണ്ട്, നല്ല കാറ്റൊക്കെ ഇങ്ങനെ വീശാണ് ഇപ്പോൾ കേട്ടോ. ഇപ്പം ആകാശമൊക്കെ ഫുള്ള് കാർമേഘ കൊണ്ട് നിറഞ്ഞിരിക്കണം കേട്ടോ. ഇപ്പം പെരും മഴ പെയ്യാൻ നല്ല സാധ്യത ഉണ്ട്. നല്ല തണുപ്പൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്, നല്ല ഇളം കാറ്റൊക്കെ ഇങ്ങനെ വീശുന്നുണ്ട്. ഇറച്ചി ഇപ്പോൾ ഒരു വട്ടം കൂക്കിട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. ഇനി ഒരട്ടം പറ കൂക്കും, ഇപ്പം കൂക്കും കണ്ടോ. ഇപ്പം വിസിലടിച്ചു ഗൈസ്. അപ്പം അമ്മച്ചി പറഞ്ഞു ബ്രെഡ് പോള നമുക്ക് കപ്പ വേവിച്ചിട്ട് വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അല്പം കപ്പ വേവിക്കാൻ വെച്ചു അമ്മച്ചി. അതിന് ശേഷം നമ്മൾ ബ്രെഡ് പോളൊക്കെ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബ്രെഡ് പോളിൻ്റെ ഒരു റെസിപ്പി ആയിട്ട് നമ്മൾ യൂട്യൂബിൽ
അപ്ലോഡ് ചെയ്യണേക്കാട്ടോ വീഡിയോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും അപ്പം പോയി കണ്ടോണി. നല്ല ടേസ്റ്റ് ആട്ടോ ബ്രെഡ് പോള. നിങ്ങൾക്ക് കറി ഉണ്ടാവുമല്ലോ. നമ്മൾ ബീഫ് ബ്രെഡ് പോള ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ആക്കേണ്ട വീഡിയോ എന്നിട്ട് എല്ലാവരും പോയി കണ്ടോളി കേട്ടോ. കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട് നല്ല ടേസ്റ്റ് കാരം. ഉണ്ടാക്കുന്ന കേട്ടോ. ഇവിടെ നമ്മൾ ബ്രെഡ് പോള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. താത്ത ഇവിടെ മാങ്ങ ജ്യൂസ് അടിക്കാൻ അവൾക്ക് ചെത്തി നുറുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇമ്മച്ചി ഇവിടെ നമ്മളെ ബ്രെഡ് പോളക്ക് മറ്റേ സൈഡ് എടുക്കൂലല്ലോ, അപ്പോൾ ആ സൈഡൊക്കെ എടുത്താണ്ട് നമ്മളെ ബ്രെഡിൻ്റെ പാക്കറ്റിന് ആക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും കളയില്ല. അത് ഇനി എന്താ പറയുക കട്ട്ലേറ്റിക്ക് നമുക്ക് ബ്രെഡ് കംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇമ്മച്ചി എടുത്തേക്കാണ്. നല്ലോണം ഇടിയൊക്കെ കിട്ടിയാൽ ആകെയുള്ളൊരു പ്രശ്നം കേട്ടോ. അത് എന്താ പറയുക ബ്രേക്കർ ഇങ്ങനെ എളുപ്പം ഇങ്ങനെ താകും. നമുക്ക് സേഫ്റ്റി തരാണ്, അത് നല്ലൊരു കാര്യമാണ്. എന്നാലും നമുക്കിവിടെ ജ്യൂസൊക്കെ അടിക്കണ്ടേ, അപ്പോൾ പിന്നെ അങ്ങനെ എപ്പോഴും പൊന്നിച്ചൊരു പണിയാണത്. അപ്പോൾ നമ്മൾ ബ്രെഡ് പോള ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ബീഫ് ബ്രെഡ് പോള. പിന്നെ നമ്മുടെ കപ്പ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം പറഞ്ഞാലൊരു മീഡിയം ആയിട്ട് നമുക്ക് തിന്നാൻ വയ്ക്കണ ആ ഒരു വേവുണ്ടല്ലോ, അതങ്ങനെ അയക്കണ്. എന്താ പറയുക, ഇനിയിപ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഉമ്മച്ചി ഇവിടെ ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെച്ച് ഇവിടെ നമുക്കുള്ള ഫ്രൂട്ട്സിനെല്ലൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ടൈം ആവാറായിട്ടോ, ടൈം ഒരു 6:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ അതിന് മെച്ചി ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ നമ്മളെ മാംഗോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബസ് വന്നിട്ടുണ്ട്, ഓൻ അവിടെ ഉണ്ട് വരും. എന്നൊക്കെ തിന്നാണ് വത്തക്ക് പൂളി തിന്നാണ്. ഇതൊക്കെ ഗൈസ് ഓന് വൺ സൈഡ് ആക്കിയതാണ്. ഇവിടെ വേറെ ഇട്ടാണ് പോയാണ്ട്. ഇതൊക്കെ ഒരു കഥ, വലിയൊരു കഥ ഉണ്ട് ഇതിൽ ബാക്കിൽ. ഹേയ് എന്തത്? എനിക്കാരെ ഈ മോഡല് പറഞ്ഞേ? എനിക്കാരെ ഈ മോഡല് പറഞ്ഞേ? ജോ ഓ നോമ്പുല്ലോന്. ഓ എന്ന് പറയലുണ്ടല്ലോ ഇജ്ജ്. ഇജ്ജ് ഒരു നോമ്പ് ഫുള്ളാക്കി എനിക്കാണ്ടായി തരും. അതിന് ഇജ്ജ് സ്കൂളിൽ വെള്ളം കുടിച്ചാലോ? ഞാൻ കാണാതെ ഇജ്ജ് വെള്ളം കുടിച്ചാലോ? പൈപ്പൊന്ന് വെള്ളം കുടിച്ചാലോ? ഇജ്ജലോന് ഞാൻ വെള്ളം കുടിച്ചല്ല, ഫ്രണ്ട്സിൻ്റെ അടുത്ത് വെള്ളം നോമ്പില്ല. അപ്പോൾ തന്നെ വെച്ച് എല്ലാ പാത്രങ്ങളും മോരൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ട് ഇവിടെ സിങ്ക് മോറാണ്. സിങ്ക് നിറഞ്ഞേനുണ്ട് പാത്രം കൊണ്ട്. ഈ എല്ലാ കടികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറേ പാത്രം ഉണ്ടായിനി, ഒക്കെ വെച്ച് മോര് കഴിഞ്ഞു. അപ്പം വെച്ച് സിങ്ക് ഒരുക്കാണ്. അങ്ങനെ ബാങ്ക് കൊടുത്ത് ഞങ്ങൾ തുറക്കുകയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. ഞാനുണ്ട്, ഈശുണ്ട്, താത്തുണ്ട്, ഉമ്മച്ചിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒപ്പം തുറക്കുകയാണ്. പിന്നെ നമ്മൾ നമ്മുടെ ബീഫ് ബ്രെഡ് പോള എടുത്തിട്ടോ ടേസ്റ്റ് നോക്കാനും. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മയോണീസുമാടെ കൂട്ടിയാൽ അമ്മേ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങളെല്ലാവരും നിസ്കരിക്കാൻ പോയി. പിന്നെ അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഓതി. പിന്നെ കുറേ ടൈം കഴിഞ്ഞിട്ട് ഇറച്ചിയൊക്കെ കഴിക്കാതിരുന്നത്, കാരണം വയറിന് ഫുള്ളായിന് തുറന്നപ്പോത്തിന്. പിന്നെ ഞങ്ങൾ തറാവീഹ് നിസ്കരിച്ചാണ് സാധാരണ കഴിക്കാറ് കേട്ടോ. ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ കഴിച്ചു എന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ കപ്പയും ബീഫൊക്കെ കഴിച്ചു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് നല്ല കോമ്പിനേഷൻ്റെ സാധനങ്ങളുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കി കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ആക്കി, ലൈക്കാക്കി, ഷെയറാക്കി, കമൻറ്റാക്കി ഒക്കെ ആക്കി സപ്പോർട്ടാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.